അസ്സലാമലൈക്കും. ഇതൊക്കെ എല്ലാവരും വിശേഷം സുഖമാണ് വിചാരിക്കണം കേട്ടോ. അതാരാ എടുക്കാമോ? ഞങ്ങൾ ചക്കരക്കുട്ടി ടാറ്റ പറഞ്ഞേ. ഹലോ ഗായ്സ് പറഞ്ഞേ. ചൂടുണ്ട് കൊള്ളു. ഹലോ പറഞ്ഞേ. ഹലോ ഇതാണ് ഞങ്ങൾ ചുറ്റുമണി. എൻ്റെ മോളെ പാൽ വെച്ച്. ഓ ഇതാണ് സഹിക്കാൻ പറ്റാത്തത്. കുറുമിച്ചാണ് കുറുമിച്ച്. മോമുൻ്റെ സൗസറും മനിയൊക്കെ ഇട്ടിട്ടില്ല. നമ്മൾ ആദ്യമിൻ്റെ കേട്ടോ ഡ്രസ്സും സൗസറൊക്കെ ഇട്ടാണെന്നുള്ളത് അതന്നെ ഇടണമെന്ന് ഭയങ്കര വാശി. അപ്പോൾ നമ്മളിപ്പോൾ നല്ലത് ഇപ്പോൾ തറവാട്ടിലാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് നേരത്തെ പണികൾ കഴിച്ചിട്ട് ഇവിടെ ബാബില്ല കേട്ടോ. അപ്പോൾ ഉമ്മയപ്പയും ഒറ്റക്കാണുള്ളത്. ബാബില്ല. ബാബി വാടാനപ്പള്ളിയിൽ നോമ്പറക്കലിൽ പോയിട്ട് വന്നിട്ടില്ല. ഇന്ന് വരും, എന്തായാലും ഇന്ന് വരും. അപ്പോൾ നമുക്കിന്ന് തൃശ്ശൂർ പോകാനുണ്ട്, അതുപോലെ പാവർട്ടി പോകാനുണ്ട്, കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ ഇവിടുത്തെ ആദ്യം സ്കൂളിൽ പറഞ്ഞയച്ചു. ഇനി നമ്മൾ എല്ല ബേബിനെ റെഡി ആക്കണം. ഞാൻ കൊണ്ടുപോകണില്ല കേട്ടോ, നല്ല വെയിലല്ലേ. അപ്പോൾ ഞാനിവിടെ പണികൾ കഴിച്ച് വെച്ചാൽ പിന്നെ ഉമ്മാക്ക് പ്രശ്നമില്ല. ഉപ്പാക്ക് വയ്യാത്ത കാരണം ഉമ്മാക്ക് പിന്നെ കുട്ടീനെ എല്ലാം കൂടിയും പറ്റില്ല. ബാബിയും ഇല്ലാത്ത കാരണം കേട്ടോ. ബാബിൻ്റെ തന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, കിച്ചണിലെ പണിയൊക്കെ കഴിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീൻ കറി ഇന്നലത്തതുണ്ട്. അപ്പോൾ കറി ഒന്നും ആക്കണ്ട, കറി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ചോറ് റേഷനരിയില്ല, വെള്ളരിയാണ് കേട്ടോ. അതാകുമ്പോൾ വേഗമാവില്ലേ. ഇവിടെ ഈ അരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണെങ്കിൽ എപ്പോഴും കിട്ടാറുമില്ല. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതിലേക്ക് നമ്മൾ റേഷനരിയിലേക്ക് നല്ല മിളക് കറിയും അതുപോലെ തന്നെ അച്ചാറും പപ്പടമൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളിത് എല്ലാ ബേബിക്കുള്ള പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലറ്റ മടമോൾക്ക് ആദ്യം പാലൊന്നും കുടിക്കില്ല കേട്ടോ. പക്ഷെ ഇവൾക്ക് ഞാൻ പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മറ്റാള് എന്താ പറയുക, ആദ്യം അവളെ വാപ്പിച്ച് കുടിക്കണ്ടെങ്കിൽ കുടിക്കും, അല്ലാണ്ട് കുടിക്കൂല. ഒരു ഗ്ലാസ് എടുത്തിട്ടല്ല. ഇവിടെ നിൽക്കുവോ? വീഴുവോ? ഒന്നോ വീഴാൻ പാടില്ല. ഇവിടെ നിൽക്കും വെച്ച് ഗ്ലാസ് എടുത്തിട്ട് വരാം. ഓക്കെ ഓക്കെ അടി സെറ്റ്. ഓയ് നല്ല ഹെൽപ്പന്നെ കൂടും. നമ്മുടെ എല്ല ബേബിക്ക് ഈ ഗ്ലാസ് കേട്ടോ പാൽ കൊടുക്കുന്നതിൽ മുഴുവൻ വില കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം കൊടുത്തിരുന്ന കപ്പാണ്. ഇതിൻ്റെ കോലം കണ്ടില്ലേ? ആൾക്കുള്ളതാണ്. പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് രണ്ട് തട്ടിട്ടു. ഇപ്പം കണ്ടില്ല, അങ്ങനെ തട്ടിയിട്ട് തൊക്കെ പൊട്ടി കപ്പിൻ്റെ കോലാണ് ഈ കാണുന്നത്. അല്ല എടുക്കാൻ പിടിയാ. പിന്നെ ഇന്നിവിടെ ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നേരം വരികയല്ലോ. പിന്നെ അത് മാത്രമല്ല പഞ്ചസാര ഇതാ പാലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉമ്മാക്ക് ഉപ്പാക്കും നോമ്പില്ല കേട്ടോ. ഉമ്മാക്ക് തീരെ വയ്യ, പല്ല് വേദനയായിട്ട് മൂക്കൊക്കെ വീർത്തിട്ട് തീരെ പറ്റണില്ല. പല്ല് വേദനയായിട്ട് പല്ല് പഴുപ്പുണ്ട്. അപ്പോൾ തീരെ പറ്റാണ്ടായിട്ട് ഉമ്മ അന്ന് നോമ്പെടുത്തിട്ടില്ല. പിന്നെ ഉപ്പാക്കും അപ്പം പിന്നെ എടുക്കാറില്ല, തീരെ വയ്യാത്ത കാരണം എടുക്കാറില്ല. അപ്പോൾ ചോറും കറിയൊക്കെ ആക്കി വെച്ച് പോയിക്കാൻ നമുക്ക് സമാധാനമില്ലേ. പിന്നെ വന്നാൽ നമുക്കധികം പണി ഉണ്ടാവില്ലല്ലോ. വരുമ്പോഴത്തേനും ബാബി വരും കേട്ടോ. പിന്നെ ബേബിയുടെ പാലി എന്താണ് ചിരി. എല്ലാം പാട്ട് പാടിയേ. മണമുള്ള പാട്. നമ്മളെ ഇത് പാട്ട പാടിയെന്നറിയോ? അമ്പിളിച്ചേലുള്ള പാട് പാട്. അമ്പിളിച്ചേലുള്ള മണമുള്ള
പാട്ടിന്റെ മോൾക്കറിയാം? അമ്പിളിശയിലുള്ള അത് മാത്രമേ അറിയുള്ളൂ കേട്ടോ. കാക്കികളൊക്കെ അടിയില്ലേ? കാക്കി കാക്കി പാട്. കാക്കി കാക്കി കൂടെ കുഞ്ഞുണ്ടോന്നല്ല, കാക്കി കാക്കി കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റ കൊടുക്കാൻ ഞാൻ കുഞ്ഞി കിടന്ന് കരഞ്ഞിടും. അയ്യോ കാക്കി. ഓരോ ആപ്പിളൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരാൾ ഒറ്റക്ക് ഫ്രിഡ്ജ് പോയി തുറന്നിട്ട് വേറെ ഓർമ്മ എടുത്തിട്ട് പോകുന്നു. ഇല്ല ഏതാ വേണ്ടേ? ഇതല്ലേ? അത് കഴിച്ചാൽ കഴുകിയിട്ട് ഉമ്മച്ചി കട്ട് ചെയ്തോ. അപ്പം എന്താ പറയാനുള്ളത്? ഇനി നമുക്കിത് ഇവിടെ ചോറ് ഉച്ചയോണ്ടിരിക്കണോ. അപ്പം നമുക്ക് മുന്തിരി ഉണ്ടല്ലോ, മുന്തിരി ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ. അപ്പം നമുക്ക് കത്തിയൊരു കൈ മുറിയണ്ട പെണ്ണെ. കൈ മുറിഞ്ഞ ഞാൻ നോക്കില്ല, അവിടെ കിടന്ന് കരയോട്ടാ. അല്ല അവിടെ ഇരുന്ന് കരയിട്ടും കടന്നോള്. കൈ മുറിഞ്ഞാലോ ഉമ്മച്ചി കരയില്ല കേട്ടോ. ഓയ് ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കണുമ്മ. ഇതവിടെ ഉമ്മ മുരിങ്ങടല്ല തോലാണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണമ്മക്കല്ല. അപ്പം ഉമ്മനോട് സംസാരിക്കാൻ നിൽക്കുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തോന്നു പറഞ്ഞത്. അപ്പം നമുക്ക് മുന്തിരി തിളപ്പിക്കാൻ വെക്കാനാട്ടോ. ഇത് ഫുള്ള് എടുക്കല്ലമ്മ. കഴുകിയിട്ട് നമുക്ക് തിളപ്പിച്ച് വെക്കാം. പാല് ഫുള്ള് കുടിച്ചില്ല ഡയല്ല മോള് പാല്. പിന്നെ നമുക്ക് മുന്തിരിയുടെ ഇതിൻ്റെ ഇടയിലുള്ള കച്ചറൊക്കെ നമുക്ക് കളയാം. കച്ചറ അല്ല, അതിൻ്റെ കൊമ്പുണ്ടല്ലോ, കൊമ്പും ചില്ലൊക്കെ കളയാം. നമുക്കിന്ന് പാവർട്ടി വരെ പോകണം, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും വേറെ സെപ്പറേറ്റ് എന്തായാലും ഉണ്ട് കേട്ടോ. പറഞ്ഞ പോലെ നമ്മൾ മുത്തമാവ് വൈകില്ലെന്ന് നമ്മൾ പിന്നെ മുറ്റത്ത് കൂടെ എല്ലാം പോകട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഞങ്ങളിന്ന് ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളല്ല, ഞാനിവിടെ ഒന്നും ഉണ്ടാവില്ല. തൃശ്ശൂർ പോകണം, പാവർട്ടി പോകണം, പിന്നെ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പരിപാടി കണ്ടത്. അതൊക്കെ ഞാൻ വീഡിയോ എന്തായാലും ആ ഒരു വീഡിയോ വേറെ എന്തായാലും വരും കേട്ടോ. അല്ല വീഡിയോയും കൂടി ആകുമ്പോൾ വലിയ ലോങ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ തന്നെ ഇഷ്ടമുണ്ടാവില്ല. കാരണം വലിയൊരു വീഡിയോ ആവില്ലേ എല്ലാം കൂടിയിട്ട് ഒന്നാക്കി കഴിഞ്ഞാൽ. കാരണം അതന്നെ അത്യാവശ്യം എടുക്കാനുണ്ടാവും. അപ്പം നമുക്കത് എന്തായാലും വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. ഇന്ന് മുത്തമ്മാവ് വൈകിലാണ്. ഞങ്ങൾ വീടിൻ്റെ അതിൽ ആനയും കൊട്ടും എല്ലാം പോകും. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഞാനീ പോകുന്നത്. പാവർട്ടി തൃശ്ശൂർ പോയിട്ട് കുറച്ച് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്തുമ്മ കുട്ടിയെ കൊണ്ടാ നല്ല വെയിലാണ്, അതാണ് കുട്ടീനെ കൊണ്ടാവാത്ത കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകാം. മഞ്ഞൾപ്പൊടി തീർന്നിട്ട് മേടിച്ചാൽ കേട്ടോ. എന്താ കത്തിയായിട്ടല്ലേ, ഞാൻ മേടിച്ചിട്ട് തരുന്നില്ല. മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് മുണ്ടിലൊക്കെ കുറച്ചും ഇതുണ്ടാവും. നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് എന്നിട്ട് നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത് ജ്യൂസ് അടിക്കാൻ അങ്ങനെയല്ല കേട്ടോ, ഇത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ആവശ്യമുള്ള സമയത്ത് ജ്യൂസ് അടിച്ചിട്ട് ഉപ്പാക്ക് കൊടുക്കാം. ഉപ്പാക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കുടിക്കാം. ഇവിടെ എന്നെ ബേബി കത്തിയുണ്ട്, ആപ്പിൾ ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് അടിച്ചടിച്ചടിച്ച് കളിക്കേണ്ട തരില്ല. ചോദിച്ചാൽ നല്ല കരച്ചിലും വാശിയൊക്കെ. അപ്പം ജാതിക്കാട് പറഞ്ഞാൽ പിന്നെ വേഗം കിട്ടും. എന്ത് നമ്മൾ മുന്തിരി കഴുകിയിട്ട് നമുക്കിനിത് കുറച്ച് നേരം മഞ്ഞൾപ്പൊടി അതിന് ഇട്ട് വെക്കാം. എന്നിട്ടാണ് ഞാൻ ഇനി കഴുകാൻ പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലേ? കാരണം ഈ മുന്തിരിയൊക്കെ ഉപ്പാക്കുള്ള ജ്യൂസ് അച്ഛൻ്റെ മധുരം കുറച്ച് കുറവാട്ടോ. സൗണ്ട് പറഞ്ഞില്ലേ? ഉപ്പാക്കുള്ള ജ്യൂസ് നമ്മൾ അടിച്ചിട്ടുണ്ട്, മുന്തിരി ജ്യൂസ് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് മധുരം കുറഞ്ഞു പോയൊരു സംശയം. കൂടിയാലോന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എടുക്കാം. അപ്പം അങ്ങനെ ഒഴിച്ചത് നമുക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കാം. അനക്കല്ല ഇപ്പൊ പാക്ക
എന്നെ ഓൾക്കുന്നത് മുട്ടായി. ആ ബാക്കി നമുക്ക് ഫ്രിഡ്ജ് ആക്കാട്ടെ തളക്കാൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയോ? ഇനി നമുക്ക് തൃശ്ശൂർ വേണ്ടേ പോലെ പാവർട്ടിയിലും പോകണം. അപ്പോൾ നമുക്കിനി റെഡി ആയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാ വേവിനെ എങ്ങനെയൊക്കെ കൂടി ഇരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തണം. അപ്പം നമുക്ക് റെഡി ആവാൻ പോകാം കേട്ടോ. റെഡി ആവാൻ നമ്മളിവിടെ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ വാടക വീട്ടിലേക്ക് പോകും. അവിടെ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഈ സുന്ദരിയായി എൻ്റെ മോള് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് ഒരുക്കിയെടുത്തു. ഞാൻ പോണത് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. ചെരുപ്പൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കണ്ടില്ലേ? അല്ലെങ്കിൽ എൻ്റെ മോള് കുളിച്ചാൽ പിരിയൊക്കെ എഴുതിപ്പിക്കാനെ കൊണ്ട് പൗറിച്ചാണ്. തീരെ പൗറില്ല ഇല്ലല്ലോ. എന്തൊട്ട് മീനാണോ അത്? ആ ഓയ് എന്ത് മീനാ? ചാളയ മീനാ? എന്ത് മീനാ? എൻ്റെ വർത്തമാനം പറഞ്ഞാൽ പിന്നെ നിർത്തൂല. അവൾക്ക് ആർക്കും മനസ്സിലാവൊന്നുമില്ല. എന്നാലും അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞമ്മഞ്ഞൊക്കെ വന്നിട്ട് ഇല്ല എന്നാ. ഓ ഈ ചെരുപ്പ് ശരിക്കും അമ്മിമോൻ്റെ ചെരുപ്പാണ് കേട്ടോ. അത് അമ്മിമോനക്ക് തന്നെ ഇപ്പോൾ സംശയമായി അവൻ്റെ തന്നെയാണോന്ന്. എന്നിട്ട് ഇവളെ ചെരുപ്പ് ഇട്ടിട്ട് കണ്ടാൽ അവൻ്റെതും ഓസിലിൻ്റെതും ഇവളതും സെയിം ഒരേപോലത്തെ ചെരുപ്പുണ്ട് കേട്ടോ. കളർ ചേഞ്ചാന്ന് മാത്രം. അപ്പോൾ അമ്മി അതിട്ടാൽ അവൻ്റെ അതാണ്ട് ഊരിക്കൊണ്ടുപോകും. എന്നിട്ട് ഇത് കൊടുന്നിട്ട് കൊടുക്കും. കാരണം കുട്ടി ഇത് അപൂർവം ഇട്ടിട്ടുള്ള അമ്മിമോന് ഇത് ഇവളാണ് എപ്പോഴും ഇടാറ്. അതുകൊണ്ട് കുട്ടിക്ക് തന്നെ സംശയം. ഭാബി പറയും കുട്ടിക്ക് തന്നെ സംശയം കുട്ടിയുടെ തന്നെയാണോ എന്നുള്ളത്. ഒരാൾ ചെരുപ്പൊക്കെ ഇട്ട് സെറ്റായി ഒരുങ്ങി നിൽക്കുകയാണ് പെണ്ണ്. ഞാൻ 12 മണിക്ക് പോവും. അപ്പത്തിൻ്റെ ഇവിടെ എങ്ങനെയാലും പിടിച്ച് ഉറക്കണം. അങ്ങനെ ഞാനിത് നമ്മളെ വീട്ടിലേക്ക് വേണ്ട. നമ്മളെ വീട്ടിൽ നിന്നാൽ തറവാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് ഞാൻ വാടക വീട്ടിലേക്ക് പോകും. എന്തിനാന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ലൈറ്റൊക്കെ ഇട്ടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടില്ല. അയ്യോ വീടിൻ്റെ ചാവി എടുത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ ചാവി എടുത്തിട്ട് വരാം. എന്ത് പൊട്ടത്തിയാ അത് പൂട്ടിയില്ല. ചാവി എടുത്തില്ല ഗൈസ്. അപ്പോൾ ചാവി എടുക്കാൻ പോകണം. അവരുടെ തിരുമ്പിയതൊക്കെ ഉണ്ട്, അതൊക്കെ എടുക്കണം. നമുക്കിന്ന് പോകുമ്പോഴാണ് ഈ ടീഷർട്ട് ഇടാം. ഇതെല്ലാം ഞാനത് ചാവക്കാട് എത്തിയിട്ടോ. മുത്തമ്മാന്ന് ബസ് കയറി ചാവക്കാട് വന്ന് ഇറങ്ങി. ഇനി ചാവക്കാട് നിന്ന് നമുക്ക് നേരെ തൃശ്ശൂർക്കുള്ള ബസ് കയറണം കേട്ടോ. ഇനി നമുക്ക് ബസ് കയറാം. അങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കാറില്ല കേട്ടോ. ഈ വീടിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ട് കേട്ടോ. പിന്നെ മക്കളില്ലാണ്ട് ബസ്സിൽ പോണതിൻ്റെ അവസ്ഥ എനിക്ക് ഇപ്പോഴായിട്ട് മനസ്സിലായി. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ നിന്നിട്ട് ബസ്സിൽ പോയതിട്ട്. മറ്റേ കുട്ടികളുള്ള കാരണം എനിക്ക് എന്നും ഇരിക്കാൻ സീറ്റിട്ടാറുണ്ട്. ഇത് തൃശ്ശൂരിൽ നിന്ന് പാവർട്ടിയിൽ നിന്ന് ചാവക്കാടക്കൊക്കെ എനിക്ക് ബസ് നിന്നിട്ടാണ് കിട്ടിയത്. പിന്നെ നമുക്ക് വയലായതുകൊണ്ട് തന്നെ മുത്തമ്മാലൊക്കെ ഭയങ്കര തിരക്ക്. നമ്മൾ ആദ്യം വിളിച്ചിട്ട് എനിക്ക് സർപ്രൈസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെൻ്റെ മോൻ ഡയറി മിൽക്കാണ് പറഞ്ഞിട്ട്. എനിക്ക് വലിയ ഡയറി മിൽക്കും എല്ലാ ബേബിക്ക് ചെറിയ 2 രൂപയുടെ ലോലിപ്പോപ്പ് മാത്രം മതിയിട്ടും വെച്ചെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് ബസ്സിൽ നിന്നിട്ട് എൻ്റെ മോൻ വിളിച്ചത്. പിന്നെ മുത്തമ്മാവിൽ എൻ്റെ ഭയങ്കര തിരക്കായതുകൊണ്ട് സെൻട്രലിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മുസ്തഫക്കാട് കടയിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ മുസ്തഫക്കാട് കടയെ അടച്ചിട്ടോ. അപ്പോൾ നാളെ എന്തായാലും എൻ്റെ മോനിക്ക് മേടിച്ചു കൊടുക്കേണ്ട മോൻ പറഞ്ഞതല്ലേ അല്ലേ. അപ്പോൾ ഞങ്ങളിതേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിൽ ആദമിനെ എല്ലാനൊക്കെ വിളിച്ചിട്ട് വന്നു. അപ്പൊ ആദമ് യൂണിഫോം ഒന്നും മാറ്റിട്ടില്ല. ഇവിടെ കളിക്കുന്നൊക്കെ ഇട്ടൊക്കെ നോക്കിയ നിലത്തേക്ക് അവിടെ ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ് അവരവിടെ. വീടിട്ട എല്ലാ അടി കറിയിക്കോ. മമ്മേന്റെ ഡ്രസ്സൊക്കെ അവിടെ തിരുമ്പിട്ടുണ്ടോ? എടുത്തേ രാവിലെ ഒക്കെ എടുത്തേക്കണ ആദമ കളിക്കണതൊക്കെ. കളിക്കുന്നത് മൊത്തം ഷീറ്റിന് ബാക്കിലാണ്. എടാ തിരുമ്പിയൊക്കെ എടുത്തിട പൊന്ന. ഇതാണ് ഗൈസ് എൻ്റെ വീട്, തറവാട്. കണ്ടോ ഗൈസ്? അതില് ഉണക്കിയതുണ്ടാ. ഇത് ഡ്രസ്സൊക്കെ എടുത്ത. നീ ഏത് ഡ്രസ് ഇടുന്നത്? എടാ അതൊന്നും എടുക്കണ്ട. വയല്ല ബേബി കാണുമ്പോത്തിന് നമുക്ക് പോവാ. ഡാൻസ് കളിക്കണൊക്കെ ആൾക്കാരുന്നിട്ട് വീടൊന്ന്
ഡാൻസ് കളിക്കണൊക്കെ ഫോൺ കണ്ടാറാണ് നിർത്തിയത്. എന്നിട്ട് നല്ല കളിയാണ്. കഴിഞ്ഞാ ഞാത്ത് കയറി കൊതു കയറും. മാതക്ക് വാ 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 എല്ലാ ബേബി വാടി ആദ്യം വാ. മേലൊഴുകാൻ വാ, പിന്നെ കുളിക്കാൻ വാ. ഞാൻ വന്നത് ഇപ്പതേ കുറച്ച് നിന്നെ ഉമ്മമ്മ മേലൊഴുകിച്ചതാന്ന് പറഞ്ഞു ഉമ്മമ്മ കേട്ടാ. ഞങ്ങതേ ഇപ്പം എത്തിയിട്ടുള്ളൂ ഗൈസ്. കുറച്ച് നേരെ ഇനിയിപ്പോൾ ഇനിയും ചാവക്കാട് പോകണം, കേക്ക് മേടിക്കാൻ പോണം. ആദമിൻ്റെ സ്റ്റെപ്പ് നോക്ക്. ഏ ഏ ഏ ഏ ഏ